ഇപ്പോൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചവർക്ക് അറിയുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർ പണ്ട് നമ്മളെ ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഹണ്ട് ചെയ്താണ്ട് മീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് നമ്മൾ അഗ്രികൾച്ചർ റെവല്യൂഷൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്രെയിൻസിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ സ്റ്റോറീസ് ഉണ്ട്. അതായത് നമ്മളെ പണ്ട് നമ്മൾ ഹണ്ടർ ഗ്യാദർ ആയിരുന്ന സമയത്ത് നമ്മളെ ടീത്ത് എന്നൊക്കെ പറയുന്നത് ഒരു കേടുകളോ അങ്ങനെ സംഭവങ്ങളോ ക്യാവിറ്റീസ് ഒന്നും ഇല്ലാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ അഗ്രികൾച്ചർ ഉണ്ടാക്കാൻ തുടങ്ങി, നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ഹണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഹണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫുഡ് കിട്ടണമെന്നില്ല, എപ്പോഴും നമുക്ക് ആനിമൽസിനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് പല ദിവസം പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചും കൂടി സേഫാണ്, നമുക്ക് എപ്പോഴും എന്തുണ്ടാവും അവിടെ സാധനം ഫുഡ് കഴിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ട്രേഡിങ് നടത്താൻ പറ്റും. അതുപോലെ ബാർട്ടർ സിസ്റ്റം വരും, നമ്മൾ കീഴിൽ ആൾക്കാരെ പണി എടുപ്പിക്കാൻ പറ്റും. ഇങ്ങനത്തെ പല സംഭവങ്ങൾ കൃഷിയായിട്ട് റിലേറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രെയിൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് പല്ലുകളിൽ ക്യാവിറ്റീസും അതുപോലെ നമ്മളെ ജോസിൻ്റെ സൈസ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആനിമൽ ബേസ്ഡ് ഡയറ്റ് ഹൈ ഇൻ ന്യൂട്രിയൻസും ഹൈ ഇൻ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അവിടെ നമ്മൾ എന്തിലേക്ക് വന്നു? നല്ല വോളിയം ഉള്ള, നല്ല കാലറീസ് ഉള്ള, പക്ഷേ ന്യൂട്രിയൻസ് കുറവായിട്ടുള്ള ഗ്രെയിൻസിലേക്ക് വന്നതാണ് നമ്മൾ.